ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനു സ്റ്റോക്സ്. അൻപിൻ എക്സ്പ്രസ് ആയതിനു ശേഷം പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾട്ടടിച്ച് തിരിഞ്ഞു കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റുകളാണ്. നടിയെ ആക്രമിച്ച കേസും അതിന്റെ വിധി വെളിവരുന്നതും ദിലീപ് കുറ്റവിമുക്തനാവുന്നതും 6 പ്രതികളെ ശിക്ഷിക്കുന്നതുമായിട്ടുള്ള കേസ്. ഇതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ ദിലീപാണ് സ്റ്റിൽ പ്രതി, നടിക്ക് അർഹതപ്പെട്ട നീതി കിട്ടിയില്ല, അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗ് വിട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ദിലീപിന്റെ നിരപരാധിത്വം വെളിയിൽ വന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദിലീപിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, എനിക്കറിയത്തില്ല. സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു 28 സാക്ഷികൾ ഉണ്ടായിരുന്നു, 50 സാക്ഷികൾ 28 പേരും നിന്ന നിപ്പിന് മൊഴി മാറ്റി പറഞ്ഞു. ദിലീപ് ഇൻഫ്ലുവൻസ് ചെയ്തു, ഗവൺമെന്റിനെയും സാക്ഷികളെയും കോടതിയെയും ദിലീപ് ഇൻഫ്ലുവൻസ് ചെയ്തു. അതുകൊണ്ടാണ് അത്രമേൽ കോൺഫിഡന്റ് ആയിട്ട് ദിലീപ് ഈ ഒരു വിധിയെ പേടിക്കാതെ നിന്നതെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു. എന്നിട്ട് പറയുന്നു നമ്മളെപ്പോഴും അവൾക്കൊപ്പം. മറ്റു ചിലർ പറയുന്നു 9 വർഷത്തെ നീണ്ട ആരോപണങ്ങളും കുറ്റങ്ങളും എല്ലാം തലയിൽ ചുമത്തി നടന്ന ഒരു നടൻ തന്റെ നിരപരാധിത്വം വെളിയിൽ ആൾക്കാർക്ക് മുമ്പിൽ തുറന്നു കാണിച്ച് കുറ്റവിമുക്തനായി തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. വനവാസം കഴിഞ്ഞു, ഇനി പട്ടാഭിഷേകം എന്നുള്ള കമന്റ് സോഷ്യൽ മീഡിയ മൊത്തം നിരന്നുകൊണ്ടിരിക്കും. എന്താണ് സത്യാവസ്ഥ? ആർക്കറിയാം? നമുക്കറിയാവോ? ഇല്ല, നമ്മൾ കാണുകളാണ്, നമുക്കറിയത്തില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഓടിക്കാൻ വന്നിരിക്കുന്ന ചില ന്യൂസ് മീഡിയ കട്ടിങ്സും എന്റെ ഒരു വ്യൂ പോയിന്റും ഷെയർ ചെയ്യാനായിട്ടാണ്. സോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻ. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു നടിക്ക് നീതി കിട്ടിയിട്ടില്ല, മറ്റു ചിലർ പറയുന്നു നടിക്ക് നീതി കിട്ടിയിട്ടുണ്ടെന്ന്. നടിക്ക് നീതി കിട്ടിയില്ലേ? ആ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട 6 പേരെയാണല്ലോ കുറ്റവാളികളാക്കി കണ്ടെത്തി ഇപ്പൊ ശിക്ഷിക്കാനായിട്ട് വെച്ചത്. അപ്പോൾ നടിക്ക് എന്തായാലും നീതി കിട്ടിയല്ലോ. ദിലീപ് എന്നൊരു നടനെ കുറ്റക്കാരനാക്കാതെ പ്രതിയായിട്ട് ചെലുത്താതെ വെറുതെ വിട്ടത് കൊണ്ട് മാത്രം നടിക്ക് നീതി കിട്ടാതിരിക്കുന്നു. എന്തുകൊണ്ട് ദിലീപിനെ പുറത്തു വിട്ടു? താൻ ഈ കുറ്റത്തിൽ പങ്കാളിയാണെന്ന് തെളിയിക്കാൻ തക്ക വണ്ണം തെളിവുകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ്, തെളിവുകളുടെ അഭാവം കൊണ്ടാണ് ദിലീപിനെ കോടതി വെറുതെ വിടുന്നത്. എന്നിട്ടും ജുഡീഷ്യൽ സിസ്റ്റം ഓഫ് ഇന്ത്യ, കോടതിയാണ്, ഒരു ജഡ്ജിയാണ് ഇതിന് വിധി പറഞ്ഞത്. ദിലീപ് കുറ്റക്കാരനല്ല, തെളിവുകളുടെ അഭാവത്താൽ ദിലീപിനെ വെറുതെ വിടുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ടായിരിക്കാം? ദാറ്റ്സ് എ ഹിഡൻ തിങ്. ദിലീപ് ആവണം പ്രതി എന്നുള്ള ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു വ്യക്തി എവിടെയോ ഉണ്ട്. ആ ഒരു വ്യക്തി നടത്തുന്ന PR വർക്ക്, രണ്ട് സൈഡിൽ നിന്നുണ്ട്. PR വർക്ക് രണ്ട് സൈഡിൽ നിന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ക്ലിപ്പും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ദിലീപ് മറ്റുള്ളവർ പറയുന്ന കണക്ക് കോടതിയെയും ഗവൺമെന്റിനെയും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്ത്, സാക്ഷികളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്ത് ഊരിപ്പോയതാകാം. അല്ല എന്നുണ്ടെങ്കിൽ ദിലീപ് ഇതിൽ കുറ്റക്കാരനല്ല. ദിലീപും നടിയും തമ്മിലുണ്ടായിരുന്ന മുൻവൈരാഗ്യം നേരിട്ടറിയാവുന്ന ആരെങ്കിലും ദിലീപിനെ ഇതിനകത്ത് കരുവാക്കി ദിലീപിന്റെ ഡൗൺഫോളിന് വേണ്ടി കൊണ്ടുവന്നതായിരിക്കാം, ദിലീപിനെ അതിനകത്തോട്ട് വലിച്ചിട്ടതായിരിക്കാം. അതും നമുക്കറിയത്തില്ല. വലിച്ചിട്ടതാണെന്ന് ദിലീപ് പറയുന്നു, ദിലീപാണ് കുറ്റക്കാരിയെന്ന് നടി പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് താളം പിടിച്ച് ഒരാൾക്കാരെ സപ്പോർട്ട് ചെയ്ത് ഒരു PR ടീം ക്ലിപ്പുകൾ പുറത്തു വിടുന്നു, ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ്. വേറൊരു സൈഡിൽ നിന്ന് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറൊരു ടീം ആൾക്കാർ PR ചെയ്യുന്നു, ദിലീപ് കുറ്റവിമുക്തനായി, ഇനി ദിലീപിന്റെ തിരിച്ചു വരുവാണെന്ന്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കൊന്നും മനസ്സിലാകത്തില്ല. ദിലീപ് കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ സിനാരിയോയിൽ നമുക്കൊന്നും അറിയത്തില്ല. ഈ ന്യൂസും കാര്യങ്ങളും വരുന്നതാണ് നമുക്കറിയാവുന്ന, നമ്മൾ അത് കണ്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അത് കണ്ട് വിലയിരുത്തുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ആൻഡ് ഐ എം ആസ്കിങ് 2 questions, 2 type of questions. 2 കാറ്റഗറി ആയിട്ട് സംസാരിക്കാം. ഒന്നാമത്തെ കാറ്റഗറി, വാട്ട് ഇഫ് ദിലീപ് ആണ് കുറ്റക്കാരനെങ്കിൽ എന്തുകൊണ്ട് ദിലീപ് വെളിയിൽ വന്നു എന്ന് പറയുന്നതിന്റെ ഉത്തരമാണ് ഒരു ടീം ഓഫ് PR ആൾക്കാർ ക്ലിപ്പ് ചെയ്തിരുന്ന സാധനങ്ങൾ. ദിലീപ് തന്നെ പണം യൂസ് ചെയ്തു, ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തു, സാക്ഷികളെ മൊഴി മാറ്റി പറയിപ്പിച്ചു, ജഡ്ജിയെ ഇൻഫ്ലുവൻസ് ചെയ്തു, കേസിൽ നിന്ന് ഊരി വന്നു. ഓക്കെ, ഫസ്റ്റ് സൈഡ്. വാട്ട് ഇഫ് ദിലീപ് അല്ല കുറ്റക്കാരൻ എങ്കിൽ? തെളിവുകളുടെ അഭാവം മൂലം ദിലീപ് പുറത്തു വന്നു. കാരണം പുള്ളി കുറ്റക്കാരനല്ലെന്നുണ്ടെങ്കിൽ പുള്ളി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പറ്റത്തില്ലല്ലോ. കള്ള തെളിവുകളെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ, എന്നാലല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പുള്ളി ഊരി വരാം. And I am saying the second what if. ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഹീസ് നോട്ട് ജസ്റ്റ് ആൻ ആക്ടർ,
ഹിസ് ആൾസോ എ പ്രൊഡ്യൂസർ. ഒരുപാട് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് പടങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സിനിമാ മേഖലയുടെ തന്നെ വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടറായിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. പുള്ളിക്കാരന്റെ ഡൗൺഫോൾ ആഗ്രഹിക്കുന്ന ആരോ ഉണ്ടായിരുന്നു. ഈ ഒരു ഇൻസിഡന്റിനെ പുള്ളിയുടെ മണ്ടയിലേക്ക് ചാരി പുള്ളിയെ ഡൗണിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ഡൗൺഫാൾ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കിയ ആരോ ഇതിനകത്തുണ്ടായിരിക്കാം. അങ്ങനെയായിരിക്കാം ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു കേസിൽ കരുവാക്കപ്പെടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ദിലീപിന്റെ കൂടെയുള്ള ആരെയോ അല്ലെങ്കിൽ ദിലീപിന് വേണ്ടപ്പെട്ട ആരോ ചെയ്ത ഒരു കുറ്റം കാരണം ദിലീപ് ചെയ്തൊരു കുറ്റമായിരിക്കാം ഇത്. ദിലീപ് ഇതിനകത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടതായിരിക്കാം. പക്ഷെ ദിലീപിന് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് ദിലീപ് അയാളുടെ പേര് വെളിപ്പെടുത്താത്തതുമായിരിക്കാം. ദീസ് ടു പോസിബിലിറ്റീസ്. ഇത് രണ്ടും എന്റെ ഒരു തോട്ട് ഓഫ് വ്യൂ ഓഫ് തോട്ടാണ്. ഓക്കെ, ജസ്റ്റ് കേൾക്കുക കളയുക. ഇത് പൊക്കി പിടിച്ചോണ്ട് ആരും വന്നിട്ടൊന്നൊരു കാര്യമില്ല. ഞാൻ എന്റെ വ്യൂ പോയിന്റ് പറയുക. അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PR വർക്ക് നടത്തുന്ന കുറച്ച് ടീംസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതല്ലാത്ത മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. ദിലീപ് കുറ്റക്കാരനാവണം എന്ന് നിർബന്ധമുള്ള മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. നമ്മുടെ മീഡിയ. അവരിങ്ങനെ ഓടി നടക്കണം. ദിലീപിന്റെ പുറകെ ഓടി നടക്കുന്നു, ഇരയുടെ പുറകെ ഓടി നടക്കുന്നു. പൾസസിനെ കിട്ടുന്നില്ല. കിട്ടിയിരുന്നെങ്കിൽ അവന്റെ പുറകെ കോലും കൊണ്ട് ഓടി കിടന്നത്. എന്നിട്ട് സിനിമാ മേഖലയിലുള്ള സകല ആൾക്കാരുടെ പുറകെ കോലും കൊണ്ട് ഓടി കിടക്കുന്നു. ചുമ്മാ ഇല്ല, ഇതിലായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതിൽ ഒന്നും അറിയാത്ത ആൾക്കാരുടെ ഒപ്പീനിയൻ ചോദിക്കാൻ പോകും. ഡിഫെയിം ചെയ്യണം. വേറെ ഏതെങ്കിലും ഒരു റേപ്പ് കേസോ എന്തെങ്കിലും അക്യൂസേഷനോ എന്തെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ കോടതി വിധി പറഞ്ഞ് നിരപരാധിയാണെന്ന് വിട്ടു കഴിഞ്ഞാൽ ആദ്യം കുറ്റം പറഞ്ഞ മീഡിയക്കാര് തന്നെ രണ്ടാമത് തലയിൽ വെച്ച് കൊണ്ടാടി നടക്കും. ബട്ട് ദിലീപ് ആയതുകൊണ്ട് ചെയ്യുന്നില്ല. കാര്യം എന്താണ്? ദിലീപിനെതിരെ നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ മീഡിയക്കാർക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യുന്നു. ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അതിലെന്താണ് പറയാനുള്ളത്? നിങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്, ദിലീപ് അന്ന് അങ്ങനെ എഴുതില്ല, ദിലീപ് അന്ന് ഇങ്ങനെ എഴുതില്ല, പൾസറിന് ഇങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല, കത്ത് എഴുതിയില്ല, മറ്റേ എഴുതിയില്ല, മറിച്ച് എഴുതിയില്ല എന്ന് പറഞ്ഞില്ല. എന്തിന്? ഫെയിമിൽ നിൽക്കുന്ന ഒരാളെ ഡീഫെയിം ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടന്റ് റീച്ചും അങ്ങേയറ്റാണ്. ദിലീപ് ഈസ് ആൻ ആക്ടർ. സോ പുള്ളിക്കാരനെ ഡീഫെയിം ചെയ്താൽ കിട്ടുന്ന ഒരു കണ്ടന്റും അതിന്റെ റീച്ചും ഹൈ ലെവലാണ്. അതുകൊണ്ട് കോലും പൊക്കിക്കൊണ്ട് ചെല്ലും. നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് മീഡിയ ഇപ്പം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ ലൈഫിൽ ഇടപെടണമെന്നുണ്ടെങ്കിലോ ആദ്യം കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും രണ്ടാമത് കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് തെറ്റുപറ്റിയതാണ്, അല്ലെങ്കിൽ തെറ്റുപറ്റിയെന്നൊന്നും പറയത്തില്ല, അതൊരിക്കലും മീഡിയ പറയത്തില്ല. തെറ്റിയെന്നൊന്നും ഒരിക്കലും പറയത്തില്ല. നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു വിട്ടയച്ചു എന്നുള്ള ഒരു സിംഗിൾ കൺസെപ്റ്റിലും കാര്യത്തിലും ഒറ്റ വാക്കിൽ ഒഴിവാക്കി ആ കോലൊന്ന് കാണിച്ചെന്ന് മതിയാക്കും. ബട്ട് ഇവിടെ ദിലീപ് ആയതുകൊണ്ട് ഇനിയും ഡീഫെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റീച്ച് കിട്ടും എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് പിന്നെയും ചെല്ലും. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സിനിമാ മേഖലയിലുള്ള ആളല്ലേ, ദിലീപിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദിലീപ് അന്ന് അങ്ങനെ ചെയ്തോ? ദിലീപ് സുനിയുടെ തോളിൽ കൈയിട്ടോ? ദിലീപ് സുനിക്ക് വായിൽ വെച്ചു കൊടുത്തോ? ചോദിച്ചുകൊണ്ട് ചെല്ലും. എന്ത് കിട്ടുന്നു? എന്ത് തേങ്ങ കിട്ടുന്നു? ഇതിങ്ങനെ വീണ്ടും വളച്ചൊടിച്ച് ഒരു വിധി വന്ന സാധനമാണ്. പുള്ളിക്കാരൻ കുറ്റവാളിയല്ല എന്ന് ഒരു വിധി വന്ന ആളിനെ വീണ്ടും ഡീഫെയിം ചെയ്യാനായിട്ട് എന്തിനു നമ്മുടെ മീഡിയാസ് ഇങ്ങനെ നടക്കുന്നു? എന്തിനുണ്ടാക്കാൻ? 9 വർഷമായിട്ട് ഞാൻ ചോദിച്ചതല്ല. 9 വർഷം നിങ്ങൾ പറഞ്ഞു, 9 വർഷം നിങ്ങളായിട്ട് ചലച്ചില്ലേ? എന്തെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും മാങ്ങാട്ടി കിട്ടിയെന്നാണ് ദിലീപ് തന്നെ ഒന്ന് ചോദിക്കുന്നത്. ആണെങ്കിൽ നിങ്ങൾ കണ്ടോ? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം കള്ളക്കമതം അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പോട്ട് വരാം. നല്ല തിരക്കുണ്ട് സാറേ. അല്ല ഇനി എവിടേക്കിലൊക്കെ ഒന്നുകിൽ ദിലീപിന് ഇതിന് കൈയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദിലീപിനെ അറിയാവുന്ന ദിലീപിന് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ കൈയുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമതൊരാൾ നിന്ന് ഈ ഒരു യാദൃശ്ചികമായി നടന്ന ഈ ഒരു ഇൻസിഡന്റിന്, അല്ലെങ്കിൽ ആർക്കോ പണി കൊടുക്കാനായിട്ട് നടത്തിയ ഒരു ഇൻസിഡന്റിലേക്ക് ദിലീപ് എന്ന ഒരു വ്യക്തിയെ വലിച്ചിട്ട് പുള്ളിയുടെ ഡൗൺഫാൾ കൊണ്ടുവന്ന സമയത്ത് മറ്റേ പുള്ളിക്ക് അപ്പാവാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കാം. ഓക്കെ, ദിലീപ് ഇപ്പോൾ നിലവിൽ കുറ്റവിമുക്തനാണെന്ന് കോടതി പറയപ്പെടുന്നു. ഇതിൽ അടുത്ത ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് കുറ്റവിമുക്തനാണെന്നുണ്ടെങ്കിൽ ആരാണ് ദിലീപിനെ ഇതിനകത്തേക്ക് വലിച്ചിഴച്ചത് എന്നുള്ളതാണ് അടുത്തത് കണ്ടുപിടിക്കാനുള്ളത്. അതും ദ സെയിം പോലീസ് ആൻഡ് ഗവൺമെന്റ് ആൻഡ് മീഡിയയുടെ ഉത്തരവാദിത്തമാണ്.
കാരണം ഇഫ് ഹി ഈസ് നോട്ട് ഗിൽറ്റി 9 വർഷം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ച നാണക്കേട്, കുറ്റചുമത്തൽ, ഇതെല്ലാം ഡിഫേമേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ഒരു സംഭവമാണത്. ഡിഫേമേഷൻ ആണ് ആ സാധനം. ഈ സാധനത്തിന്റെ പേരിൽ ഇത് കേസെടുക്കാനുള്ള വകുപ്പാണ്. കോടതിക്ക് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാൻ, കാരണം ഒരു നിരപരാധിയാണ് അപരാധിയായി ചിത്രീകരിച്ചു കൊണ്ട് 9 വർഷം ഇട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. മീഡിയാസും പോലീസുകാരും ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും. കോടതിക്ക് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാം. ദിലീപ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുകയും ചെയ്യാം. അപ്പോ ദിലീപ് അല്ല കുറ്റക്കാരൻ എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിറകിൽ കൊട്ടേഷൻ കൊടുത്തത് ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അത് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? വാട്ട് ഇഫ് പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാൾ കൊട്ടേഷൻ കൊടുത്താണ് ഈ സാധനം ഹയേർഡ് റേപ്പിസ്റ്റ് എന്നാണ് പറയുന്നത്. ഹയർ ചെയ്ത ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് പറ്റില്ല? സുനി എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും ദിലീപ് കുറ്റക്കാരനാവുന്നില്ല. കാരണം ഈ ഹോൾ പ്ലാൻസ് മൊത്തം ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഡൗൺഫാളിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലോ, മൂന്നാമതൊരാൾ ഉണ്ടാക്കിയതാണെങ്കിലോ, ദാറ്റ്സ് എ പോസിബിലിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കണ്ടുപിടിക്കണം. ആ വ്യക്തിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ദിലീപ് കുറ്റക്കാരൻ അല്ല എന്ന് ഒരു ജഡ്ജ്മെന്റ് വന്ന സ്ഥിതിക്ക് ആര് ഹയർ ചെയ്തിട്ട് ഈ ഒരു സംഭവം നടന്നു? പൾസർ സുനി അത് ചെയ്തു. എന്തുകൊണ്ട് ദിലീപിനെ അകത്തേക്ക് വലിച്ചഴക്കപ്പെടുന്നു? ഈ സാധനമാണ് ഗവൺമെന്റ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ആണ്. അതാണ് കണ്ടുപിടിക്കുക. ആ ഒരു പാർട്ട് അവിടെ കഴിഞ്ഞു. അടുത്ത പാർട്ട് എന്ന് പറയുന്നത്, ഈ ഒരു വിധിയിൽ ഇര തൃപ്തിപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിനെ മീറ്റ് ചെയ്യാം, ഹൈക്കോടതിയിൽ മീറ്റ് ചെയ്യാം, സുപ്രീം കോടതിയിൽ മീറ്റ് ചെയ്യാം, എവിടെ വേണം പോവാം. ഓക്കെ, തുടരന്വേഷണം കൊണ്ടുവരാം. എന്തുകൊണ്ട് ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടു? മതിയായ തെളിവുകളില്ലാതെ, തെളിവുകളുടെ അഭാവത്താൽ പുറത്തു വെറുതെ വിട്ടു. 9 വർഷം പോലീസുകാരും മീഡിയയും കിടന്ന് ചരച്ച് തെളിവ് കിട്ടിയില്ല. ഇനി 9 വർഷങ്ങൾക്ക് ഇപ്പം വീണ്ടും കിടന്ന് വല്ലതും കിട്ടുമോ? കിട്ടത്തില്ല. പോയാലും സെയിം വിധിയായിരിക്കും വരാൻ പോകുന്നത്. ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അക്കോർഡിംഗ് ടു മൈ വ്യൂ പോയിന്റ്. ഓക്കെ, നല്ല വക്കീലന്മാർ വന്ന് വാദിക്കാൻ വേറെ രീതിയിൽ വാദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വാദി പ്രതിവാദിയാവും, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം. ഓക്കെ, ബട്ട് എന്റെ വ്യൂ പോയിന്റിൽ 9 വർഷം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. 9 വർഷം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. 9 വർഷം കൊണ്ട് ആരാണ് പൾസർ സുനിയെ ഹയർ ചെയ്തതെന്ന് പോലും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ഇനി 9 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്നില്ല. ചുമ്മാതെ നടക്കത്തില്ല. ഇതില് ദിലീപ് കുറ്റക്കാരനാണെന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന് ആദ്യമേ പറയുന്നു. ദിലീപിനെ കുറ്റക്കാരനാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. അതിനുള്ള തെളിവുകളില്ല. 120 സെക്ഷൻ ബിയോ എന്തോ പീനൽ കോഡോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പറ്റത്തില്ല എന്ന് വക്കീലന്മാര് തന്നെ ഓൾറെഡി പറയുന്നു. കണ്ടിട്ട് വാ. ഇത് ഈ കേസ് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ അഭിഭാഷക സമൂഹത്തിൽ ഇത്തരം ക്രിമിനൽ കേസുകൾ നടത്തി മറ്റു കാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇതിൽ ദിലീപ് ശിക്ഷിക്കപ്പെടില്ല. ക്രിമിനൽ കോൺസ്പിറസി ഇന്ത്യൻ പീനൽ കോഡിലെ 120B വെച്ചിട്ട് തെളിയിക്കാൻ വെച്ചാൽ വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യം. അത്രയും സ്ട്രോങ് തെളിവ് പോലീസ് സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കേസിനകത്ത് തുടക്കത്തിൽ ഗൂഢാലോചനയെ കുറിച്ച് ആരും പറയുന്നില്ല. പിന്നീട് ജയിലിൽ കിടന്ന ഈ പൾസർ സുനി കൂട്ടുപ്രതികളോട് എന്തൊക്കെയോ അവിടെ കിടന്ന മറ്റ് കേസുകളുടെ പ്രതികളോട് സംസാരിച്ചിരുന്നതാണ് ഈ ഗൂഢാലോചനയുടെ ഒരു തുമ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്ന് അന്വേഷണം നടത്തി, വളരെ ഗഹനമായ അന്വേഷണം നടത്തി. ഒരു നിങ്ങൾക്ക് എൻ്റെ സിം അന്വേഷിക്കുക നടന്നതൊക്കെ ആ സമയത്ത് ഭയങ്കര കോലാഹലം സൃഷ്ടിച്ച കാര്യങ്ങളാണ്. പിന്നീട് ഇതിനകത്ത് വന്ന തെളിവുകളെല്ലാം വരുമ്പോഴെല്ലാം എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ പറഞ്ഞ ദിലീപിന് ശിക്ഷിക്കത്തക്ക യാതൊരു തെളിവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് കോടതിയിലുള്ള വിചാരണ വന്ന സമയങ്ങളിലും അതിന് മുൻപ് സമയങ്ങളിലും ഹിയറിംഗ് നടക്കുന്ന സമയങ്ങളിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഈ കേസിൽപ്പെട്ട ഈ ആക്കപ്പെട്ട ആ യുവതി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ആ കാര്യം മനസ്സിലായി. അതിനെ തുടർന്നാണ് ഒരു സംഘം ആളുകൾ ഒരു ജഡ്ജിയിൽ മാനസിക സംഘർഷം ഉണ്ടാക്കിയിട്ട് ജഡ്ജിയെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ വിധി പുറപ്പെടുവിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം, ബോധപൂർവമായ ശ്രമം നടന്നത്. വക്കീലന്മാർ എന്നെ ഓൾറെഡി പറയുന്നുണ്ട്, ഇത് വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല, ഇത് വെച്ച് ദിലീപിനെ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ല, ദിലീപ് ഊരി വരും, അല്ലെങ്കിൽ ദിലീപ് കുറ്റവാളിയല്ല എന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നുണ്ടെങ്കിൽ എന്തിനാണ് 9 വർഷം ഒരാളായിട്ട് അയാളുടെ കരിയറും ഫെയിമും ലൈഫും തൊലച്ച് അയാളെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞത്? എന്തിനാ? ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരുന്നുണ്ടെങ്കിൽ ഇനി അത് ഹിഡൻ അജണ്ടാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ, കാരണങ്ങൾ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് അറിയാമായിരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കേസിനെ 9 വർഷം വലിച്ചു നിർത്തി 1 or 2 വർഷം കൊണ്ട് ഇതിന്റെ വിധി എഴുതിക്കൂടായിരുന്നു? 9 വർഷം അന്വേഷിച്ചു, ഒന്നും കിട്ടുന്നില്ല, ഒന്നും കിട്ടിയിട്ടുമില്ല. അല്ലെങ്കിൽ
കിട്ടിയതെല്ലാം മുക്കിയിട്ടു. ഇപ്പൊ ഒരു വിധി വന്നില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല? എന്തെങ്കിലും റീസൺ കാണാൻ പറ്റില്ലേ? റീസൺ വെളിയിൽ വിട്ടൂടെ? ക്വസ്റ്റ്യൻ, ഐ എം ആസ്കിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ബിക്കോസ് ഐ എം എ നോർമൽ ഗായ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നോർമൽ ഗായ് ആണ് ഞാൻ. സോ ഐ എം ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് പലർക്കും കാണും, ഇതേ സെയിം ക്വസ്റ്റ്യൻസ് പലർക്കും കാണും. ദിലീപ് ഇൻഫ്ലുവൻസ് ചെയ്താൽ മറയുന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റം ആണോ നമ്മുടെ നാട്ടിലുള്ളത്? ആണോ? ഒരു മണ്ണം കൊണ്ട് അതിനോടാത്ത വേറൊരുത്തം വന്ന് നിന്ന് ചിലക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, കണ്ടിട്ടോ? പണം കൊണ്ടും പവർ കൊണ്ടും കോടതി വിധിയെ ദിലീപ് അട്ടിമറിച്ചു എന്ന് പറയുന്നവരോട് രണ്ട് കാര്യം നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ഒന്ന്, ഇത് ഭരണപക്ഷത്തിന്റെയും പ്രോസിക്യൂഷന്റെയും പോലീസുകാരന്റെയും പരാജയമാണെന്നും. രണ്ട്, പിണറായി വിജയനേക്കാളും പവർ ദിലീപിന് കേരളത്തിലുണ്ടെന്നും. പറ്റുമോ? ദിലീപ് പൈസ കൊടുത്ത് മറിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് ഒന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരൻ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിണറായി വിജയനെ വിളിച്ചിട്ടുണ്ട്. ആ പിണറായിയും കോടതിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലടേ. അവര് ഭരിക്കുന്ന പാർട്ടി ഒരു ഗവൺമെന്റ് ആണ്. അവരും ഈ ജുഡീഷ്യൽ സിസ്റ്റവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കേസ് അന്വേഷിക്കുന്ന പോലീസാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പിണറായി എന്നൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് അതിൽ അവർക്കൊന്നും യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. അവർക്ക് കേസ് അന്വേഷിക്കാൻ പറയാനും ഇത് ചെയ്യാനുമായിട്ടുള്ള ഓർഡറും കാര്യങ്ങളും ഇടാനൊക്കെ ഇത് പറ്റത്തുള്ളൂ. ഇത് അന്വേഷിക്കുന്നത്, ഇതിന് വിധി എഴുതുന്നതും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി എഴുതുന്നതെല്ലാം കോടതിയാണ്. അതിൽ ദിലീപ് വന്ന് പിണറായിയുടെ മുകളിലാണ്, ദിലീപ് വന്ന് പിണറായിയുടെ മടിയിൽ കയറി ഇരുന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ ആടാ അക്സെപ്റ്റ് ചെയ്യാൻ പറയാനായിട്ട്? ഇതിനെ നീ എന്തോ വന്നു വല്ല പൊളിറ്റിക്കൽ സാധനമായിട്ട് കൺവേർട്ട് ചെയ്യാൻ തോന്നുന്നു ഇലക്ഷൻ ടൈം ആയോന്ന്. നീ മറ്റു പാർട്ടിക്കാരെ ഒന്നും ആരെടുത്തുണ്ടെങ്കിൽ പൈസ വാങ്ങിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ടാക്കാനായിട്ടോ? അതൊരു കോൺഗ്രസ് പാർട്ടിക്കാരാ. നീ എന്ത് തേങ്ങയാണ്? ഇതും പൊളിറ്റിക്കൽ സാധനമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ആ സമയത്ത് വന്ന് വണ്ടിക്കകത്ത് എന്നിട്ട് സീക്രട്ട് ഏജന്റിനെ പോലെ എന്തോ വന്ന് വിളിച്ചു പറയാണ് പൊളിറ്റിക്കലി മറ്റേതാണ് മറിച്ചതാണെന്ന്. സീക്രട്ട് ഏജന്റ് പറയുന്ന കാര്യങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും കാര്യവും കണ്ടന്റ് ഒക്കെ കാണും. നീ വേഗം എല്ലാ പ്രതികളെയും വെറുതെ വിടേണ്ട കേസാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ അങ്ങനെ ഒരു ലീഗൽ ഡിഫൻസാണ് കോടതിയിൽ അവതരിപ്പിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതികളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്നുള്ളത് ഈ ട്രയലിലെ ലോകത്തിലെ ക്രിമിനൽ ട്രയലിന്റെ ചരിത്രത്തിൽ പ്രതികളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 20(3) വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗൽ ഡിഫൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫൻസ് ഞങ്ങൾ ആർഗ്യൂ ചെയ്തത്. ഓക്കെ ദിലീപിനെ വിട്ടു, ഓക്കെ ശരി. എല്ലാ പ്രതികളെയും വിടണം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡ് ക്രിമിനൽസിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടോ? ഓൾറെഡി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ ഡിക്ലെയർ ചെയ്തത് കൊണ്ടാണ് അവരെ പിടിച്ച് അകത്തിട്ടേക്കുന്നത്. അപ്പൊ ക്രിമിനൽസിന് പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ ബി ഒക്കെ പറഞ്ഞ് ബാക്കി അകത്ത് പിടിച്ചിട്ട് 6 പേരെ കൂടെ നമുക്ക് വെളിയിൽ കൊണ്ടുവരണമില്ലേ? അപ്പൊ ഈ ബാധിക്കപ്പെട്ട സ്ത്രീ വീണ്ടും നീതി ഉണ്ടോ മിസ്റ്റർ അഡ്വക്കേറ്റ് നിങ്ങൾ ഈ പറയുന്നത്? ദിലീപിന് തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു, ഓക്കെ. ബാക്കി എല്ലാ പ്രതികളും കൂടെ വെറുതെ വിടണമെന്നായിരിക്കും. അപ്പൊ പിന്നെ കോടതി വേണ്ടല്ലോ, ചുമ്മാ ഉത്തരം വിട്ടാൽ മതിയല്ലോ. വാദിക്കുകയും പിടിക്കുകയൊന്നും വേണ്ടല്ലോ. പോലീസും ചുമ്മാ ഇട്ടോണ്ടിരുന്നാൽ മതിയല്ലോ. 6 പേരെ വെറുതെ വിടാം. നല്ല ന്യായം, സൂപ്പർ ന്യായം. ഇയാളെ എവിടത്തെ വക്കീല? ഇയാളെ ക്രിമിനൽസിനെ ഇറക്കാൻ വേണ്ടി മാത്രമേ വാദിക്കാറുള്ളൂ, അല്ലാതെ ആർക്കെങ്കിലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇയാൾ ഇതുവരെ വാദിച്ചിട്ടില്ല. അല്ലെ, ഈ ഒരു സ്വഭാവമായതുകൊണ്ട് ചിലപ്പോ പ്രതികളെ വരത്തുള്ളതായിരിക്കും. ആരും നീതി കിട്ടാൻ വേണ്ടി ഇയാളുടെ അടുത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആലോചന പ്രൂവ് ചെയ്യാൻ ബിലീവബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസും പ്രോസിക്യൂഷന്റെ കയ്യിലില്ല. ഇത് സിനിമാ ലോബി, യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞാൽ സിനിമാ ലോബിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപിനെതിരെ ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് എക്സ് വൈഫാണ്, മഞ്ജു വാര്യരാണ് ആദ്യം പറയുന്നത് ഇതിൽ ഗൂഢാലോചനയുണ്ട്. അതിനുശേഷം 4 മാസം കഴിഞ്ഞിട്ടാണ്, ഈ സംഭവത്തിന് ശേഷം 4 മാസം കഴിഞ്ഞിട്ടാണ് ദിലീപിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസിന് മഞ്ജു വാര്യർ കൊടുക്കുന്നത്. അതിനുശേഷമാണ് വിക്ടിം കൊടുക്കുന്നത്. അതിൽ തന്നെ വ്യക്തമാണല്ലോ. അതായത് ഒരു കേസിൽ അതുപോലെ തന്നെ പൾസർ സുനിയുമായി കണക്ട് ചെയ്യാൻ പോലീസ് സ്വീകരിച്ച അസാൻമാർഗിക മാർഗങ്ങൾ എന്തെല്ലാം പോലീസ് സ്വീകരിച്ചു. ഏറ്റവും അവസാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപിനെ പോലെ ഒരു നടൻ, ഒരു മഹാനടൻ എന്ന് തന്നെ ഞാൻ പറയും, ആ നടൻ പോലീസ് ഓഫീസറെ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൾസ് എഫ്ഐആർ ഇട്ടു എന്നുള്ളത് തന്നെ ഈ പോലീസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നതാണ്. പിന്നെ വേറൊരു കേസ്, ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇത്ര നേരം ഞാൻ ജുഡീഷ്യൽ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദിലീപിന്റെ കേസും കാര്യങ്ങളും സംസാരിച്ചു. ഗൂഢാലോചന തെളിയിക്കാൻ പറ്റത്തില്ല
എന്നുള്ള ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ 9 വർഷം കഴിഞ്ഞെന്നും പറഞ്ഞ് പല കാര്യങ്ങളും ഇപ്പോഴും ഓർമ്മയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കുക. 4 മാസം കഴിഞ്ഞിട്ടാണ് എക്സ് വൈഫ് ആയിട്ടുള്ള മഞ്ജു വാര്യർ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതിനുശേഷമാണ് വിക്ടിം വന്ന് പരാതി കൊടുക്കുന്നത്. വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എവറിങ് ഇസ് ഫൈൻ, എവറിങ് ഇസ് ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് സംഭവിച്ച കുറച്ച് കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് മറന്നുപോയി കാണും. വേണം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പൾസർ സുനി എന്ന് പറഞ്ഞൊരു പ്രതി, പൾസർ സുനി എന്ന് പറയുന്ന ഈ കേസിലെ ഒന്നാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതി, എന്തായാലും അവൻ ഒരു ഊമക്കത്ത് അയക്കുന്നു. ആ ഊമക്കത്തം പൊക്കി പിടിച്ചിട്ടുണ്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് ദിലീപ് കൊണ്ട് കേസ് കൊടുക്കുന്നു. എനിക്കിങ്ങനെ ഒരു കത്ത് വന്നു. ലോക്നാഥ് ബെഹ്റ പെട്ടെന്ന് ADGPയെ വിളിക്കുന്നു. ഇതെന്താണെന്ന് അന്വേഷിക്കാൻ പറയുന്നു. ഈ കത്ത് പോയത് ജയിലിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നാണ് ദിലീപിന് എതിരെയുള്ള ഒരു വേ ഓഫ് ലൈൻ ഫോം ചെയ്യുന്നത്. ദിലീപ് ഇതിന് ഇൻക്ലൂഡ് ആണ് എന്നുള്ള ഒരു കാര്യം ഫോം ചെയ്യുന്നത്. ഒരാവശ്യവുമില്ലാതെ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി ദിലീപിനെ കത്തയക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പോയിന്റാണ്. ഇത് ഞാൻ ഈ ചോദിച്ചൊരു വാലിഡ് പോയിന്റ് ആണ്. ദിലീപ് അല്ല പൾസർ സുനി ഹയർ ചെയ്ത എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പൾസർ സുനി ദിലീപിനെ കത്തയക്കണം? അതൊരു ചോദ്യമാണ്. അതെടുത്ത് ചോദിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ദിലീപിനെ ഓൾറെഡി കരുവാക്കാൻ ഉദ്ദേശിച്ച ആരെങ്കിലും പൾസർ സുനിയെ ഹയർ ചെയ്തതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പൾസർ സുനി അങ്ങനെ കത്തെഴുതിയതും. അതിനുള്ള ഒരു സാഹചര്യം ഈ ഹയർ ചെയ്ത ആള് ജയിലിൽ ഉണ്ടാക്കി കൊടുത്തും കാണാം. ദാറ്റ്സ് എ പോസിബിലിറ്റി. എങ്കിൽ ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ആക്രമിക്കപ്പെട്ട നടിയുടെ വീഡിയോ എങ്ങനെ ദിലീപിന്റെ അനിയന്റെ ഫോണിൽ വന്നു? എന്തുകൊണ്ട് ഒരു SD കാർഡും മെമ്മറി കാർഡും പൊക്കി പിടിച്ചുകൊണ്ട് പോലീസും ദിലീപും ഒക്കെ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനും മൊഴി കൊടുക്കാനുമായിട്ട് നടന്നു? ആ SD കാർഡിന്റെ കേസൊന്നും ഇപ്പോൾ ആരും വിളി പറയുന്നില്ലല്ലോ. ആ വീഡിയോയുടെ കേസ് ആരും വിളി ഇടുന്നില്ലല്ലോ. എന്തുകൊണ്ട് അത് കൊണ്ടുവരുന്നില്ല? 9 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും മറന്നു പോകുന്നുണ്ടോ? ഇത്ര നേരം ഞാൻ സംസാരിച്ച സാധനം അവര് ജഡ്ജ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ജഡ്ജ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചാണ്. ഒരുപാട് വൈറ്റ് വാഷ് അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങളും ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട വക്കീൽ ആലോചിച്ച് പോകണം. എല്ലാവരും ഇതൊന്നും വന്നിട്ടൊന്നുമില്ല. എല്ലാവരും അന്തം ഫാൻസും അല്ല. 50 സാക്ഷികൾ ഉണ്ടായിരുന്നൊരു കേസാണ്. അതിൽ 28 സാക്ഷികളും ഒറ്റയടിക്ക് കൂറുമാറി. ഇൻഫ്ലുവൻസ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് തീർത്തു പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ആണെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ചിലപ്പോൾ നിരപരാധിയാണെന്ന് അവർക്ക് തോന്നി കൂറുമാറിയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് മാറിയതായിരിക്കാം. ഏതാണ് സത്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്തും കാണികളുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഈ സംസാരിച്ചതല്ലേ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ കാണും. അതേ സെയിം കൺഫ്യൂഷൻ എനിക്കും ഉണ്ട്. ഞാൻ പറയാൻ വരുന്നത്, രണ്ട് സൈഡിൽ നിന്നും പൈസ ഇറക്കിയുള്ള PR വർക്കുകൾ ഒരുപാടുണ്ട്. ഈ വന്ന ജഡ്ജ്മെന്റിൽ തൃപ്തിപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഷീ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ആൻഡ് ഷീ ക്യാൻ ഡു എനിത്തിങ് വാട്ട് ഷീ വാണ്ട്. അവിടെ പോയി അപ്പീൽ ചെയ്യാം. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്കൊപ്പം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ജഡ്ജ്മെന്റിൽ കുറ്റവാളിയല്ല എന്ന് പുറത്തു വന്ന ഒരു വ്യക്തിയെ നമ്മൾ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ നല്ല പുള്ളിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇരയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. നമ്മൾ കാണികളാണ്, നമ്മളതിൽ ന്യൂട്രലാണ്. നമ്മൾ ഓരോ ക്ലിപ്പിംഗ്സിന്റെ അടിയിൽ പോയി കിടന്നത് പട്ടാഭിഷേകമാണ് ഇനി വനവാസം കഴിഞ്ഞു എന്നുള്ള കമന്റ് ഇട്ടിട്ടോ, എന്നും അവർക്കൊപ്പം എന്നുള്ള കമന്റ് ഇട്ടിട്ട് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇപ്പൊ വന്ന ജഡ്ജ്മെന്റിൽ യാതൊരു മാറ്റം വരാൻ പോകുന്നില്ല. അതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അപ്പീൽ ചെയ്ത ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ കുറ്റവാളിയായിട്ട് ആ ഭാഗത്ത് പ്രതിഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ്. അവരാണ് ഇതിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്. നമ്മൾ ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഫാൻ ഫൈറ്റ് നടത്തി കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. രണ്ട് സൈഡിൽ നിന്നുള്ള PR വർക്കുകളാണ് നമ്മളെ കൊണ്ട് ഈ കമന്റ് ഇടാനും വീഡിയോ ചെയ്യിക്കാനും ഫാൻ ഫൈറ്റ് നടത്താനുമുള്ള ഒരു ടെൻഡൻസിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സാധാരണക്കാരന്റെ വീട്ടിലാണ് നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടന്നത് എന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ഈ മീഡിയാസ് ഇതെല്ലാം മാറും. പിന്നെ വെളിയിൽ വരത്തില്ല. ഇതൊരു സെലിബ്രിറ്റി ബേസ്ഡ് കേസ് ആയതുകൊണ്ട് മാത്രം ഇതിനിപ്പോ ഇത്രയായിട്ട് പൊലിപ്പിക്കുന്നു. അവർക്ക് വേണ്ട സാധനം എന്താണോ അത് അവർ ചെയ്തോട്ടെ. അവർക്ക് നീതി വേണം, ഈ വിധിയിൽ അവർ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ അവർ നീതി തേടി ഹൈക്കോർട്ടിലേക്ക് പൊയ്ക്കോട്ടെ.
അവിടെ ചെല്ലുന്ന സമയത്തും ദിലീപ് നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ ദിലീപ് തന്റെ നിരപരാധിത്വം തെളിയിച്ച് വീണ്ടും പുറത്തിറങ്ങി വരും. ഞാൻ നിങ്ങൾ ഉൾപ്പെടുന്ന ഓഡിയൻസ് കിടന്ന് അടിയുണ്ടാക്കിയിട്ട് കാര്യം. നമ്മൾ ആരെയും വൈറ്റ് വാഷ് അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നത് കുറച്ച് കൺഫ്യൂഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ ആലോചിക്കുന്ന സാധനങ്ങളാണ്. പ്രതിയാണോ അല്ലയോ, നിരപരാധിയാണോ അല്ലയോ, എന്തുകൊണ്ട് കൂറ് മാറി, എന്തുകൊണ്ട് തെളിവ് നിരത്താൻ പറ്റിയില്ല, എന്തുകൊണ്ട് പണ്ടുണ്ടായിരുന്ന പല കാര്യങ്ങളെ പറ്റിയും ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല, പണ്ട് തെളിവുകളായിട്ട് പറഞ്ഞ പല കാര്യങ്ങളെ പറ്റിയും പല ഇൻസിഡന്റുകളെ പറ്റിയും ഇപ്പോൾ എന്തുകൊണ്ട് ഒരു വക്കീലന്മാരും ഒരു മീഡിയാസും ചർച്ച ചെയ്യുന്നില്ല. ഇനി അഥവാ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് മീഡിയാസ് ദിലീപിനെ കുറ്റക്കാരനാക്കാൻ ഇങ്ങനെ കഠിന കടോഹാരം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു? എന്തുകൊണ്ട് ഈ ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെന്റിനെ മീഡിയാസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്നില്ല? ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ മുമ്പോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിക്കും പിള്ളേരെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഷാനസ് ടോക്സ് ഫ്രം ഷാനസ് ടോക്സ്. Until the next video. See you then. Bye bye. കേസ് വിധി വന്നു. ഇത് സെഷൻ കോർട്ടാണ്. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടിൽ അതിജീവിതയ്ക്ക് പോകാം. അതിജീവിതയും മഞ്ജുവാരും അവസാനം വിജയിക്കുള്ളൂ. സത്യമേ വിജയിക്കുള്ളൂ. പൊട്ടനെ പേരേക്ക് മറ്റു പൊട്ടന്മാർക്ക് മനസ്സിലാവണില്ല. അതിജീവിതയ്ക്ക് ഇനി ഹൈക്കോടതി സുപ്രീം കോടതി അപ്പീൽ പോവാം. സുപ്രീം കോടതിനെ ഹൈക്കോടതിനെ അണ്ടി പോടാൻ മേരി വെച്ച് ഞാൻ